ഹായ് അമ്മി, ഇന്നലെ എൻ്റെ പൂക്കളം കൊള്ളത്തില്ല, റീത്ത് പോലെയുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കിയപ്പോൾ എനിക്ക് വിഷമായി. ഇന്ന് നല്ലൊരു പൂക്കളം ഇടണമെന്ന് ഓർത്ത് ഒരുമ്പെട്ടിറങ്ങി. സ്വന്തം പറമ്പ് മാത്രമല്ല, നാട്ടുകാരുടെ പറമ്പ് മൊത്തം കയറി ഇറങ്ങി കുറച്ച് പൂക്കളൊക്കെ പറിച്ചു. അങ്ങനെ ഒരു കുഞ്ഞു പൂക്കളം ഞാൻ തട്ടിക്കൂട്ടി. ഇതെങ്ങനെയുണ്ട്, കൊള്ളാവോ? അത്യാവശ്യം കളർഫുള്ളായില്ലേ? വൈകുന്നേരം നമുക്ക് തോരൻ വെക്കാനായിട്ട് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ പറമ്പിൽ പോയി നമ്മുടെ ചേമ്പ് പറിച്ചു. ഇത് പ്രത്യേകതരം ചേമ്പാണ്, ഇലയും തണ്ടും തോരൻ വെക്കും. നമ്മുടെ പറമ്പിൽ ഇത് ഒരുപാടുണ്ട്. അത്യാവശ്യം ഒരു വെള്ള കളറോ മിന്നാമിന്നി പച്ച കളറിലോ ഇരിക്കും. ഇത് പറമ്പിൽ നിന്നാൽ നല്ല ഹൈലൈറ്റ് ആയിരിക്കും. മറ്റു ചേമ്പിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമാണ്. പറമ്പിൽ പലയിനം ചേമ്പുകളുണ്ട്. കണ്ണൻ ചേമ്പ്, ചക്കര ചേമ്പ്, ചീരച്ചേമ്പ്, പിന്നെന്താ ചീമച്ചേമ്പ്, അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. എന്നാലും ഈ ചേമ്പിന് ഭയങ്കര രുചിയും പോഷക ഗുണങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അമ്മ ഇവിടെ ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടുന്ന് വീട് മാറി പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് ഓർത്തിട്ടാണ് അമ്മ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ളത്. പറിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ ചെരുവത്തിൽ വെള്ളം നിറച്ചിട്ട് നന്നായിട്ട് കഴുകി. ഉപ്പിട്ട് കഴുകുകയാണെങ്കിൽ കീടങ്ങളൊക്കെ പോകും. ഒരു ചേമ്പല വെട്ടിയിട്ട് അതിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ മുറിച്ച് നിരത്തി. തണ്ട് വേറെ, ഇല വേറെ. അപ്പോൾ അരിയാൻ നല്ല സുഖമായിരിക്കും. ഇലയാണെങ്കിൽ നമ്മൾ കൂട്ടി പിടിച്ചിട്ട് ചീര അരിയുന്ന പോലെ അങ്ങോട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം. തണ്ടും ഒന്നിച്ച് പിടിച്ചതാ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് നൈസായിട്ട് കുനുകുനാന്നരിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ കഴിക്കാനും സുഖം ഉണ്ടാവും. പച്ചമുളകിനേക്കാൾ ഒരുപാട് ഗുണമുള്ള സാധനമാണ് കാന്താരി. പറമ്പിൽ പോയി 3-4 കാന്താരി പറിച്ചു. ഇതാകുമ്പോൾ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. കാന്താരിയും ഉള്ളിയും കൂടെ നമ്മൾ കുഞ്ഞ് ഇടികല്ലിലിട്ട് ഇടിച്ചിടിച്ച് ചതച്ചിട്ട് എണ്ണയൊഴിച്ച് ചട്ടിയിൽ കടുക് വറുത്ത് ഈ ചതച്ച ഉള്ളിയും കാന്താരിയും കൂടെ ഇട്ട് മൂപ്പിച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമ്മുടെ ഈ ഇലകൾ അങ്ങോട്ട് ഇടും. ഇലയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കുറച്ച് തീയിൽ വേവിച്ചെടുക്കുക. വേവ് പകുതി ആകുമ്പോഴേക്കും തേങ്ങയ്ക്കകത്തേക്ക് നമ്മുടെ ജീരകം ചതച്ചത് ചേർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കിങ്ങിൻ്റെ ശ്രദ്ധ നിൽക്കുമ്പോഴാണ് അനിയൻ വിളിച്ചത്. ഹെൽമെറ്റും കൊണ്ട് റോട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട്. അമ്മായിയുടെ അമ്മ മരിച്ചു പോയി. അമ്മാവൻ്റെ ഇളയ മോനും അനിയനും ഒക്കെ ക്ലാസ്മേറ്റ്സ് ആണ്. അനിയനും ഫ്രണ്ട്സും കൂടെയാണ് പോകുന്നത്. ഇതെൻ്റെ അനിയനാണ്. ആ ബൈക്കിലിരിക്കുന്നത് അരുണ്, എൻ്റെ അനിയൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. മുക്കടയെന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു മരണം. അവരങ്ങോട്ട് പോയി. തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങളുടെ ഈ ഭാഗത്തെ കാവൽക്കാരൻ സുന്ദരനെ കണ്ടത്. അവനാണ് അവിടെ എന്തോ മേടെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. തോരൻ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ചോറും പിന്നെ കടലത്തീയലും അതിൻ്റെ കൂടെ നമ്മുടെ ഈ തോരനും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു. നല്ല രുചിയുണ്ടായിരുന്നു. എന്നും കഴിക്കുന്നതാണ്. എന്നാലും ഇതുപോലത്തെയൊക്കെ വീഡിയോ കൂടുതൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.